നമസ്കാരം. നമ്മളിന്ന് പഠിക്കുന്നത് രചനയെ ആധാരമാക്കിയ വാക്യത്തിൻ്റെ ഭേദങ്ങളാണ്. രചന की दृष्टि से वाक्य के 3 भेद है. 3 ഭേദങ്ങളാണുള്ളത്, അല്ലെങ്കിൽ 3ആയിട്ട് അതിനെ തരംതിരിക്കാം. സരളവാക്യ, സംയുക്തവാക്യ, മിശ്രവാക്യം. അതിൽ ആദ്യത്തേതാണ് സരൾവാക്യ അഥവാ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ തന്നെ സിമ്പിൾ സെൻറ്റൻസ് ആണ്. അതിൽ ഒരു ഉദ്ദേശവും ഒരു വിധേയം കാണും, ഒരു സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് പുലീസിനെ ചോർക്കോ പകഡ്ലിയ, പുലീസിനെ എന്നുള്ള സബ്ജക്റ്റും ചോർക്കോ പകഡ്ലിയ എന്നുള്ള വിധേയ പ്രെഡിക്കേറ്റുമാണുള്ളത്. അതുപോലെ തന്നെ വരുൺ വിദ്യാലയ ജാത്താ ഹെ, മാലിനെ പൗധോങ്കോ പാനി ദിയ, മദാരി ഫാലു കോ നചാ രഹാ ഹെ, തും അപ്നി പുസ്തക് ഖോലോ, ബച്ചെ മൈതാൻ മേ ഖേൽ രഹേ ഹെ. ഇതൊക്കെ സിമ്പിൾ സെൻറ്റൻസിന് ഉദാഹരണങ്ങളാണ്. അടുത്തതാണ് സംയുക്തവാക്യ അഥവാ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അത് ഒന്നോ അതിലധികമോ സ്വതന്ത്രമായ വാക്യങ്ങളെ യോജകം കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് സംയുക്തവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് 2 സ്വതന്ത്രമായ വാക്യങ്ങളെ യോജകത്തിലൂടെ, യോജകം എന്ന് വെച്ചാൽ ഓർ, യാ, കിന്തു, പരന്തു, അഥഹ, തഥ, ബൽക്കി, ഏവം, അന്യഥ, ഇസ്ലിയെ എന്നിങ്ങനെയുള്ള യോജകങ്ങൾ കൊണ്ട് 2 സിമ്പിൾ സെൻറ്റൻസിനെ യോജിപ്പിക്കും. അതാണ് സംയുക്ത വാക്യങ്ങളെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഗീത പഠ് രഹി ഹെ കിന്തു അരുൺ നഹീം പഠ്ത. അപ്പോൾ ഗീത പഠ് രഹി ഹെ എന്നുള്ള ഒരു വാക്യം, അരുൺ നഹീം പഠ്ത എന്നുള്ള ഒരു വാക്യം, ഇത് രണ്ടിനെയും കിന്തു എന്ന യോജകം കൊണ്ട് യോജിപ്പിച്ചിരിക്കുന്നു. അടുത്ത എക്സാമ്പിൾ, പിതാ മുംബൈ സെ ആയ ഓർ അപ്നെ പുത്ര സെ മില, വർഷ ഹുയി ഓർ മോർ നാച്നെ ലഗ, കടോർ ബനോ പരന്തു സഹൃദയ ബനോ, वह अपराधी था इसलिए सज़ा मिली, माँ ने मेरी प्रशंसा की तथा उत्साह बढ़ाया, चांद आया और कमल खिला, आप चाय पिएंगे या कॉफ़ी. ഇവിടെ ഓർ, പരന്തു, ഇസ്ലിയെ, തഥ, ഓർ, യാ, ഇങ്ങനെ കിന്തു ഇങ്ങനെയുള്ള യോജകങ്ങൾ കൊണ്ട് ആണ് സെൻറ്റൻസിനെ യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ സംയുക്ത വാക്യമാണെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തേതെന്ന് പറയുന്നത് മിശ്രവാക്യങ്ങളാണ്. ഈ മിശ്രവാക്യം എന്ന് വെച്ചാൽ ഒന്നിലധികം ഉപവാക്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഒരു ഉപവാക്യം പ്രധാനവും മറ്റുള്ളവ അതിൽ ആശ്രിതവുമായിരിക്കും. ഈ ഉപവാക്യങ്ങൾ നമ്മൾ തിരിച്ചറിയാനായിട്ട് ഉപവാക്യങ്ങളോടൊപ്പം എപ്പോഴും ഖി, ജോ, ജബ്, ജഹാം, ജിസ്നെ, ജ്യോ ഹി, ജിതർ, ഉദർ, ജैसे वैसे, जितना उतना, ക്യോങ്കി, യദി, തോ, താക്കി, യദ്യപി, തഥാപി അങ്ങനെയുള്ള സംശയബോധക അഥവാ യോജകങ്ങൾ ഈ സെൻറ്റൻസിനോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്തരം യോജകങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം ശബ്ദാംശങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മിശ്രവാക്യമാണെന്ന് തിരിച്ചറിയാം. എക്സാമിന് ചോദിക്കുമ്പോൾ മിശ്രവാക്യത്തെ തിരിച്ചറിയാൻ ചോദിക്കുകയാണെങ്കിൽ കി, ജോ, ജബ്, ജഹാം, ജിസ്നെ, ജോഹി, ജിതർ, ഉദർ എന്നിവ വന്നു കഴിഞ്ഞാൽ ഉപവാക്യങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അത് മിശ്രവാക്യമാണെന്ന് തിരിച്ചറിയാം. ഉദാഹരണമായിട്ട് ജബ് മന്ത്രി ആയേ തബ് സാരേ ലോഗ് ഉഠേ, ജैसे ही रात हुई तारे दिखाई दिए, जैसे कौवा चालाक है वैसे उल्लू भी चालाक है, उसने कहा कि वह कश्मीर जाएगा, जब आकाश में बादल छाए तब वर्षा होने लगी, जब संध्या हुई तब पक्षी अपने घोंसले में लौटे, जैसे ही सूरज निकला वैसे ही पक्षी चहचहाने लगा, मालूम होता है कि आज वर्षा होगी. ഇപ്രകാരം മിശ്രവാക്യത്തെ തിരിച്ചറിയാം.